ഹായ്. നാട്ടിൻപുറത്തെ കാഴ്ചകൾ അല്ലേ? കൃഷിയും കാഴ്ചകളും അങ്ങനെ തുടങ്ങി ഒരുപാട് മലകളായിക്കോട്ടെ, നല്ല നല്ല റോഡുകളായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഫാമിലി ടൈൽസിലൂടെ പുറത്തു വിടുന്നത് അല്ലേ? അപ്പോൾ ഫാമിലി ടൈൽസിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കാത്തവരുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ നമ്മുടെ ചാനലിനോട് അല്ലെങ്കിൽ നമ്മുടെ ചാനലിലെ കണ്ടൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ മുന്നോട്ട് വെക്കാനുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് വലമ്പൂർ റൂട്ടിൽ തന്നെയാണ്. ഏകദേശം വലമ്പൂർ ഭാഗത്തുള്ള വീഡിയോസിലെ അവസാനത്തെ വീഡിയോ ആയി വരാനുള്ള സാധ്യത ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത്. കാരണം ഇനിയിവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല സുന്ദരമായ സ്ഥലങ്ങളില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി എൻ്റെ കണ്ണിൽപ്പെടാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ ദയവായി അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളുള്ളത് പട്ടിക്കാട് നിന്നും വലമ്പൂർ ഭാഗത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ മങ്കടക്കൂട്ടിൽ അങ്ങാടിപ്പുറം ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റുന്ന റോഡിലാണ്. നമ്മുടെ ജാമിയ ഉണ്ടല്ലോ, ജാമിയയുടെയൊക്കെ അടുത്തായിട്ടാണ് നമ്മുടെ ഈ സ്ഥലം വരുന്നത്. ഒരു സൈഡിൽ നല്ല കൃഷിക്കായി സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള കൃഷിഭൂമി. അവിടെ നമ്മുടെ കൃഷി ചെയ്തിട്ടുള്ളത് ചീര കൃഷിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചുവന്ന ചീര മുള പൊട്ടി നിൽക്കുന്നത് നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തു കൂടി ഒരു റെയിൽപാത നീണ്ട് മുന്നോട്ട് കിടക്കുന്നുണ്ട്. അതിലൂടെ ഒരു ട്രെയിൻ കൂടി വരികയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു മനോഹരമായൊരു ദൃശ്യം കൂടി പകർത്താൻ പറ്റുമായിരുന്നു. എന്തോ ട്രെയിന് ആ ഒരു സമയത്ത് ഞങ്ങൾ ചെന്ന സമയത്ത് ട്രെയിൻ വന്നില്ല. പിന്നെ ബോഗൻവില്ലേൻ്റെ ചെടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പലതരത്തിലുള്ള മറ്റ് ചെടികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇതിന് മുൻപ് ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ വേനലൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ചെടികൾ പൂവൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും മനോഹരമായ ഒരു ഏരിയയാണ് കേട്ടോ അത്. അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ്. ഇപ്പോൾ ഈ ഒരു മഴക്കാലത്ത് അല്ലെങ്കിൽ ഇവിടെ കൃഷി നടക്കുന്ന ഒരു സമയത്തൊക്കെ ഇവിടെ വരികയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള നല്ല മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് കൃഷിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഉണങ്ങി കിടക്കുന്ന പാടശേഖരവും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. എന്നാലും കാഴ്ചയ്ക്ക് അധികം മോശം എന്ന് പറയാനൊന്നുമില്ല. നല്ല രസകരമായ ഒരു കാഴ്ച തന്നെയാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് ചുറ്റും നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. പച്ചപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. ചൂടൊക്കെ തുടങ്ങിയെങ്കിലും വലിയ കുഴപ്പമില്ലാത്തൊരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ഈവനിങ് സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയയാണ് കേട്ടോ അത്. ഞാൻ പറഞ്ഞല്ലോ, ചുവന്ന ചീരകൃഷിയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ആ ഡ്രമ്മിലാണ് അവർ വെള്ളം ശേഖരിച്ച് വെച്ചിട്ടുള്ളത്. അതിൽ നിന്നാണ് ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ അവർ പിന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ എന്നൊക്കെ പറയുന്ന പോലെയാണ് തോന്നുന്നത്. എനിക്കതിൻ്റെ ആധികാരികമായ വശമൊന്നും അറിയില്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. തെറ്റുണ്ടെങ്കിൽ തിരുത്താം. കമൻറ്റിൽ തിരുത്തി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ തെറ്റുകുറ്റങ്ങളൊക്കെ മാറ്റി ഇനി വരുമ്പോൾ അടിപൊളിയായിട്ട് വരാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ കമൻറ്റിൽ രേഖപ്പെടുത്തണമെന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഏതൊരു രീതിയിലാണിത് സെറ്റ് ചെയ്തെടുക്കേണ്ടതെന്നുള്ളത് പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ നല്ല രസകരമായ ഒരു ഏരിയയാണ് കേട്ടോ. ഇവിടെ പാർക്കിങ്ങിനൊന്നും വലിയ സൗകര്യവും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ചെറിയ വണ്ടിയിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് സൈഡാക്കിയിട്ടൊക്കെ ഇവിടെ കുറച്ച് സമയം കാഴ്ചകളും മറ്റൊക്കെ ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന ഒരിടം അത്രമാത്രമേ ഞാൻ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇങ്ങനത്തെ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ ഈ ഒരു റൂട്ടിലുണ്ട് കേട്ടോ. നമ്മളെ മുൻ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ദയവായി അതൊക്കെ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ ഇതുപോലുള്ള മനോഹരമായ സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു റൂട്ടിൽ വരികയാണെങ്കിൽ ഇപ്പോൾ ഈ പട്ടിക്കാട്ടിൽ നിന്ന് കയറി വരുമ്പോൾ പിന്നെ ഈ സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് നമ്മളൊരു അടിപൊളിയായിട്ടുള്ളൊരു പാറയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെന്ന് കണ്ടു നോക്കണേ. നല്ല രസമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അത്. നല്ല ഈവനിങ് സമയമായതുകൊണ്ട് നല്ല സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങിയിട്ടുള്ളൊരു സമയമൊക്കെ ആയതുകൊണ്ട് ചൂടും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ വന്ന് ആസ്വദിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഫാമിലി ടൈൽസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.